ദൈവവചനം അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. അത് പറഞ്ഞു തീർന്നിട്ടില്ല 15-ാമത്തെ ദിവസം. കാരണം പരിശുദ്ധ അമ്മ ദൈവവചനമാണ് അമ്മയിൽ മാംസം ധരിച്ചത്. വചനം മാംസമായി ധരിച്ചു. പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു. വചനം നമ്മൾ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി, അത് ഞാൻ ഈ വചനത്തിൻ്റെ കാര്യം, ഈ 15-ാമത്തെ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് മറക്കരുത്. അല്ല, എനിക്ക് എങ്ങനെയാലും ജീവിച്ചാൽ മതി, എനിക്ക് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമില്ല എന്നുള്ളവർക്കിത് പ്രസക്തമല്ല, വിഷയമല്ല. പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, എൻ്റെ ആരോഗ്യത്തിന് അനുഗ്രഹം വേണം, എൻ്റെ ശുശ്രൂഷകൾക്ക് അനുഗ്രഹം വേണം, എൻ്റെ കുടുംബജീവിതത്തിന് അനുഗ്രഹം വേണം, എൻ്റെ വളർന്നു വരുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അങ്ങനെയുള്ളവർ കൊതിയോടെ ഈ വചനം അറിയണം, പ്രതീക്ഷയോടെ ഈ വചനം അറിയണം. മറ്റൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ദൈവം നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഇത്. നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മാത്രമല്ല. ഇതിനൊരു വില കൊടുത്തേ പറ്റും. ഇതിന് ദൈവവചനം ആകുമെന്നറിയാൻ ഒരു വാക്യം എടുക്കണം. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് പരിശോധിക്കുക. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാൻ വായിക്കുമ്പോൾ ഈ വചനം ബൈബിളിൽ ഉണ്ടോ എന്നെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡയറിയിൽ എഴുതണം. ഈ ശുശ്രൂഷകൾ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളത് മാത്രം കേട്ട് അത് ഒരു റിമോട്ട് എടുത്ത് ഓഫാക്കി പോകരുത്. നിങ്ങളത് ഒരുപാട് പേരോട് വിളിച്ചു പറയണം, ഇങ്ങനെ ഒരു വചനമുണ്ട്, നിങ്ങളത് കേൾക്ക് എന്ന് പറയാൻ ഇടയാകണം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടണം. കാരണം ബൈബിളിൽ ഒരു വാക്കുണ്ട്, വിശ്വസിക്കുന്നവർ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒപ്പമുള്ളവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. 1 സാമുവേൽ പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഞാനത് വായിക്കുന്നു. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 30-ാമത്തെ വാക്യം ദൈവം പറയാണ്, പ്രവാചകന്മാർ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ദർശനം കിട്ടി രേഖപ്പെടുത്തിയതല്ല. ദൈവമായ കർത്താവ് പറയാണ്, എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്നറിയോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന വചനം ദൈവമാണ്. എന്നെ ആദരിക്കുന്നവരെ ദൈവം പറയുന്നു ഞാനും ആദരിക്കും. എന്നെ നിന്ദിക്കുന്നവനെ ഞാനും നിന്ദിക്കും. എന്നെ ആദരിക്കുന്നവൻ, നിങ്ങളെങ്ങനെയും ദൈവത്തെ ആദരിച്ചവരാണോ? കേവലം കഴുത്തിലൊരു വലിയ ഒരു മുത്തുള്ള ഒരു ജപമാല ഇട്ടു എന്ന് മാത്രം പോരാ. ഞാൻ ഓടിക്കുന്ന കാറിലൊരു രൂപമുണ്ട്, അതിലൊരു കൊന്തയിട്ടിട്ടുണ്ട്, ഇത് മാത്രം പോരാ. ജീവിതം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ആദരിക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ വീട്ടിൽ സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയുണ്ടോ? ചടങ്ങായിട്ടുള്ളൊരു പ്രാർത്ഥനയല്ലേ പല ദിവസവും നടന്നിട്ടുള്ളത്? എന്തോ ഒരു കാട്ടിക്കൂട്ടലുള്ള ഒരു പ്രാർത്ഥനയല്ലേ നടന്നിട്ടുള്ളത്? ആത്മാർത്ഥതയുള്ള ഒരു ദൈവസ്തുതി ഉയർന്നിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്? ആത്മാർത്ഥതയോടെ ദൈവവചനം തുറന്നു വച്ച് വായിച്ചിട്ടുണ്ടോ ഒരു ദിവസം? ആത്മാർത്ഥതയോടെ ആ വചനത്തെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? സത്യസന്ധമായ ആ വചനത്തെ വിശ്വസിച്ചിട്ടുണ്ടോ? വായിച്ചു മറിച്ചു വിട്ടു എന്നതിൽ കവിഞ്ഞ് അതിനെ ആദരിച്ചിട്ടുണ്ടോ? ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവമായ ഞാനും ആ വ്യക്തിയെ, കുടുംബത്തെ ആദരിക്കും. നിങ്ങൾ കുടുംബമായി ജീവിക്കുന്ന ഒത്തിരി പേരെന്നെ കേൾക്കുന്നുണ്ടാകാം, ശുശ്രൂഷയിലുള്ളവർ കേൾക്കുന്നുണ്ടാകാം, സമർപ്പിതർ കേൾക്കുന്നുണ്ടാകാം. നിങ്ങൾ ദൈവത്തെ ആദരിക്കുന്നവരാകണം, എന്നാലേ ദൈവം നിങ്ങളെ ആദരിക്കത്തുള്ളൂ. എന്താ ആദരിക്കുക എന്ന് പറഞ്ഞാൽ, ഓട്ട മത്സരത്തിൽ ഓടുന്ന ഒരു കൊച്ചിന് 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ കിട്ടിയാൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആ വ്യക്തിയെ വിളിച്ച് ഒരു ഉയർന്ന പീഠത്തിൽ നിർത്തി, എല്ലാവരുടെയും മുമ്പിൽ നിർത്തി ആ മത്സരത്തിൽ ജയിച്ച വ്യക്തിയെ ആദരിക്കും. ഒന്നെങ്കിൽ സമ്മാനം കൊടുക്കും, അല്ലെങ്കിൽ അതിനുള്ള വിലയും മഹത്വം കൊടുത്ത് ആദരിക്കും. ദൈവം നിങ്ങളോട് പറയുന്നു, ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവവും ആദരിക്കും. നിങ്ങളുടെ കുടുംബം ദൈവത്തെ ആദരിക്കുന്ന ഒരു കുടുംബമാണോ? അല്ല, പ്രാർത്ഥനയില്ല, പള്ളിയില്ല, വിശ്വാസമില്ല, ഞങ്ങൾക്കതൊന്നും വിഷയമുള്ള കാര്യമല്ല, ഞങ്ങളാരും പള്ളിയിൽ പോകുന്നവരല്ല, ഞങ്ങൾ നോമ്പെടുക്കാറില്ല, ഞങ്ങൾ ഉപവാസം ഇരിക്കാറില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ദൈവത്തെ ആദരിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ലെന്ന്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന്, എനിക്കെന്നും ഇങ്ങനെയാണ്, എൻ്റെ തലവര മോശമാണ്, എനിക്കെന്നും ദോഷമാണ്, എനിക്കെന്നും കണ്ണുനീരാണ്? അത് നിങ്ങളുടെ പ്രശ്നമാണ്. ദൈവത്തെ ആദരിക്കുന്നവരെ ദൈവവും ആദരിക്കും. ദൈവത്തിൻ്റെ വാക്കാണത്. ദൈവത്തെ ആദരിക്കണം. എങ്ങനെയൊക്കെ ആദരിക്കാൻ പറ്റും? ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ആദരിക്കാൻ പറ്റും, പാട്ടുപാടി ആദരിക്കാൻ പറ്റും, ജീവിതം കൊണ്ട് ആദരിക്കാൻ പറ്റും. 10 പേരോട് ദൈവത്തിൻ്റെ വചനം ഏതോ നീ ഇന്നതുപോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കാൻ പറ്റും. ഒരാളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവത്തിൻ്റെ വചനം? പറഞ്ഞിട്ടില്ല.
നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രാർത്ഥിച്ചു, നമുക്ക് 4 പേരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തന്നെ മടിയാണ്, നാണമാണ്, ചമ്മലാണ്. പിന്നെ പ്രാർത്ഥന ഉള്ളത് തന്നെ എങ്ങനെയും തീർക്കാനാണ് നമ്മുടെ ശ്രമം. ദൈവത്തെ ആദരിക്കുന്നവരെ ദൈവവും ആദരിക്കും. അല്ലാതെ കരഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ വിഷമിച്ചിട്ട് കാര്യമില്ല, അയ്യോ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിനൊരു വില കൊടുക്കണം. വിലയുള്ളത് കിട്ടണേ, വില കൊടുക്കണം, വില കൽപ്പിക്കണം. അത് ബൈബിൾ പറയുന്നു. ഇനി ദൈവവചനത്തെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറണം. അതാണ് എഴുതി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഏത് വിധത്തിൽ നമുക്ക് ദൈവവചനം വിലയുള്ളതാണ്. അതിന് വില കൽപ്പിക്കണം. നിങ്ങളും നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ദൈവത്തിൻ്റെ വചനത്തിന് വില കൽപ്പിക്കണം. അത് എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-ാമത്തെ വാക്യം. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അതങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, എന്നിട്ടോ അത് സസ്യങ്ങളെ മുളപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. മുളപ്പിക്കുക. ഞാൻ ആ വാക്യം ഒന്ന് അല്പം പ്രാധാന്യം കൊടുക്കുവാണ് ഇവിടെ. ദൈവം പറയുകയാണ്, ദൈവവചനവും ആകാശത്തുനിന്ന് പെയ്യുന്ന മഴയും മഞ്ഞും പോലെയാണ്. അത് മണ്ണിൽ വന്ന് വീണാൽ അവിടെയുള്ള വിത്തിനെ മുളപ്പിക്കും. എന്നാൽ മുളപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇലയായി അത് പുറത്തു വന്ന് അതങ്ങ് വളരും. നമ്മളങ്ങനെ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മളൊരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണില്ലേ, മഴയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒന്നും മരുഭൂമി പോലെ ഉണങ്ങിയ മണ്ണും ഒന്നും ഉണ്ടാകത്തില്ല. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് 2-3 മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അതിൽ പോകുമ്പം കാണാം പണ്ട് പോയതുപോലല്ല, നിറച്ച് പുല്ല് കിളുത്ത് നല്ല പച്ചപ്പായിന്ന്. ഒരു മഴ പെയ്തപ്പോൾ ഉള്ള വിത്തെല്ലാം കിളുത്തു. ഇതുപോലെ ദൈവവചനം നിങ്ങളുടെ ശരീരത്തും നിങ്ങളുടെ ജീവിതത്തിലും ഭവനത്തിലും മഴയും മഞ്ഞും പോലെ പെയ്യുവാണ്. ഇപ്പോൾ പെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില നന്മകളും ചില അനുഗ്രഹങ്ങളെയും ചില അഭിഷേകത്തെയും ആ ഭവനത്തിൽ മുളപ്പിച്ച് വലുതായി വരും. നിങ്ങൾ ഇപ്പോൾ ഒരു TV-യുടെ അല്ലെ ഒരു മീഡിയയുടെ സഹായത്തോടെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നു, കണ്ണുകൊണ്ട് പ്രസംഗിക്കുന്ന വ്യക്തിയെ കാണുന്നു, നിങ്ങളുടെ ചെവികളിലൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീടുകളിൽ എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ വചനത്തെ നിങ്ങൾ മഴയും മഞ്ഞും പോലെ അയക്കുകയാണ്. അത് നിങ്ങളിൽ കിളിർത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി ഇന്നലെയുള്ളതുപോലെ ആയിരിക്കില്ല ഈ വചനം വന്ന് വീഴുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നത്. അത് നന്മകളെ മുളപ്പിക്കും, അനുഗ്രഹത്തെ മുളപ്പിക്കും. അത് വെറുതെ തിരിച്ചു വരത്തില്ല. അത് ആകാശത്തേക്ക് വന്ന പോലെ മഴ മുകളിലോട്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ മഴ വന്ന് ആ മണ്ണിലുള്ളതിനെ മുളപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്ന വാക്കാണ്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അതായത് മഴയും മഞ്ഞും പോലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മഴയായിട്ട് തോന്നാം, ചിലപ്പോൾ ഈ വചനം മഞ്ഞായിട്ട് തോന്നാം. രണ്ടായാലും റിസൾട്ട് സെയിമാണ്. അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും തരും. ഒരു കുറവും വരുത്തത്തില്ല. നിങ്ങൾ പറയും പ്രാർത്ഥിക്കുന്ന സമയം നഷ്ടമാണ്. പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ ചിലർ പറയും അവർ ഭോഷന്മാരാണെന്ന്. എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ നോക്കി ദൈവവും ദൈവത്തിൻ്റെ ദൂതന്മാരും പറയും അവൻ ശ്രേഷ്ഠനാണെന്ന്. ഇങ്ങനെ 2 പ്രത്യേകതകളുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ഉയർത്തുന്നവരും മണ്ടന്മാരും ഭോഷന്മാരും വെറുതെ നടക്കുന്നവരുമാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ അവർ വിലയുള്ളവരാണ്. കാരണം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെ ദൈവം പരിചയപ്പെടുന്നത്, എൻ്റെ ദാസനെ നീ ശ്രദ്ധിച്ചോ എന്നാണ് പറഞ്ഞത്. ജോബിനെ നീ ശ്രദ്ധിച്ചോ, അങ്ങനെ ഒരാളവിടെ ഉണ്ട്, ശ്രദ്ധിച്ചോ. എൻ്റെ ദാസനെ നീ ശ്രദ്ധിച്ചോ, അങ്ങനെ ഒരാളവിടെ ഉണ്ട്. ജോബ് ഭക്തനായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ വില കൊടുക്കുന്നവനെ ദൈവം ശ്രേഷ്ഠനായിട്ടാണ് കാണുന്നത്. അപ്പുറത്തെ വീട്ടുകാർ ചിലപ്പോൾ ചിന്തിക്കും, വല്ല TV-യോ വല്ല സിനിമയോ സീരിയലോ കണ്ടുകൂടെ അവർക്ക്, എപ്പോൾ നോക്കിയാലും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഈ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുവാണോ എന്ന് ചിന്തിക്കുമായിരിക്കും അപ്പുറത്തെ മുറിയിലുള്ളവർ പോലും. ദൈവത്തിൻ്റെ കണ്ണുകൾ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നറിയാമോ? ദൈവത്തിൻ്റെ കണ്ണുകൾ നിങ്ങളെ ഭോഷന്മാരായിട്ടല്ല കാണുന്നത്, ശ്രേഷ്ഠന്മാരായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ വചനം മഴയും മഞ്ഞും പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായി 33 ദിവസവും. മഴ പോലെയും മഞ്ഞു പോലെയും എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ ജീവിത പങ്കാളിയിലേക്കും മക്കളിലേക്കും മഴയും മഞ്ഞും പോലെ വന്ന് വീഴുവാണ്. അത് മണ്ണിനെ മാറ്റും, അത് നനയ്ക്കും, വിത്തുകൾ മുളയ്ക്കും, സാഹചര്യങ്ങൾ മാറും. വെറുതെ ഉണങ്ങിയ സ്ഥലം പോലെ ആയിരിക്കില്ല, ഇന്നലെ കണ്ടതുപോലല്ല ഇന്ന്. അത് മാറ്റം വരുത്തും ദൈവത്തിൻ്റെ വചനം. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, ഫലരഹിതമായ അത് തിരിച്ചു വരില്ല, എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റുമെന്ന്. ഏത് നിറവേറ്റും? എൻ്റെ ഉദ്ദേശം. അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എവിടെ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? നമ്മൾ പറയില്ലേ, ഞാൻ ആ വീട്ടിൽ പോയതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഞാൻ അയാളുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥന, എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഞാൻ അമ്മേനെയും മകനെയും കൂടെ നേർത്ത് നിർത്തി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയില്ലേ, ഞാനൊരു ഉദ്ദേശത്തോടെ അത് ചെയ്തത്, എനിക്കൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ കേൾക്കുന്ന വചനത്തിനുണ്ട്. ഞാൻ എന്തിനാണ് ഈ വചനം ഇപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്? ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബം തമ്മിൽ തല്ലി വഴക്കായി ചെതറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഈ വചനത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ തകർന്നു നിൽക്കണമെന്നല്ല,
തകർന്ന നിങ്ങളെ ചേർത്ത് നിർത്തണമെന്ന ഉദ്ദേശം ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഒരുപക്ഷെ നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരോ മദ്യത്തിനോ മയക്കുമരുന്നിലോ കൂട്ടുകെട്ടിലോ അടിമത്തപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചെതറി മാറി നിങ്ങളൊരു ഭീകരമായ വിഷമം അനുഭവിക്കുന്ന ഒരാളായിരിക്കാം. ദൈവത്തിന് ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ എത്തിക്കുമ്പോൾ ഉദ്ദേശമുണ്ട്, ആ പോയ നഷ്ടപ്പെട്ട ആളെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശം. അതാണ് ദൈവം പറഞ്ഞത്, എൻ്റെ ഉദ്ദേശം ഞാൻ നിറവേറ്റുമെന്ന്. ഉദ്ദേശം അപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഉദ്ദേശം ഇരിക്കുന്നത് ഈ വചനത്തിനകത്താണ്. ആ വചനം നിങ്ങളുടെ അകത്തേക്ക് വിത്ത് പോലെ മഴയും മഞ്ഞും പോലെ അത് വരികയാണ്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റും. ഒരുപക്ഷെ നിങ്ങൾ നാളുകളായി രോഗമുള്ള ഒരു അവസ്ഥയിൽ രോഗിയായിരിക്കുമായിരിക്കും. ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് നിങ്ങൾ സൗഖ്യമാകണമെന്ന ഉദ്ദേശം, നിങ്ങൾ വിടുവിക്കപ്പെടണമെന്ന ഉദ്ദേശം, നിങ്ങൾ രക്ഷപ്പെടണമെന്ന ഉദ്ദേശം. അത് ആര് നിറവേറ്റും? എൻ്റെ വചനം നിറവേറ്റുമെന്ന് ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു. അത് നിറവേറ്റും. എന്നിട്ട് അടുത്ത വാക്യം, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഏൽപ്പിക്കുന്ന കാര്യം, ആരേൽപ്പിക്കുന്ന കാര്യം? ദൈവം ഏൽപ്പിക്കുന്ന കാര്യം, അത് ഈ വചനം അത് വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില കുടുംബങ്ങൾ ജീവിതത്തിൻ്റെ ചില തെറ്റായ തീരുമാനങ്ങളിൽ, നിലപാടുകളിൽ, അകൽച്ചയിൽ വല്ലാതെ വഴക്കായി തകർന്ന് തരിപ്പണമായി പോയി. അത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് അവരോട് ഏതെങ്കിലും ഒരു ധ്യാനമോ പ്രാർത്ഥനയോ അവർ യാദൃശ്ചികമായി കൂടും. അവർ വന്നപ്പോഴും ആ 2 ദിവസം കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞത്, ഞങ്ങൾക്കിനി വേറെ വർത്തമാനമില്ല, ഞങ്ങൾക്കിനി വേറെ പറയാനില്ല, ചിന്തിക്കാനില്ല, ഞങ്ങൾക്കൊന്നും വേറെ ഒന്നും ഞങ്ങളോട് പറയണ്ട. അവർ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് അവർക്ക് തീരുമാനങ്ങൾ മാറുന്നു, ചിന്തകൾ മാറുന്നു. അവർ ഇന്നലെ പറഞ്ഞ തെറ്റാണ്, ഇതാണ് ശരി, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് തീരുമാനം. അയ്യോ എന്ത് പറ്റി, ഇന്നലെ അങ്ങനെ അല്ലായിരുന്നല്ലോ. അത് ദൈവം ഒരാൾ പ്രസംഗിച്ച പ്രസംഗകൻ്റെ ഗുണമല്ല, പാട്ടുപാടിയ പാട്ടുകാരൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, അല്ലെങ്കിൽ അവിടെ വച്ചിരിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. അവർ കേട്ട വചനം അവരിൽ തൊട്ടു, അത് അവരിൽ വിജയകരമായ ചില കാര്യങ്ങൾ ചെയ്ത്. അതാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയകരമായി ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. വചനം കേട്ടിട്ട് സന്തോഷത്തോടെ നിങ്ങൾ പുറപ്പെടും, സമാധാനത്തിൽ നിങ്ങൾ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും, മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വതമായൊരു സ്മാരകം എന്ന് പറഞ്ഞാൽ അതെന്നും ഓർക്കാൻ പാകത്തിനോടെ നിൽക്കും. ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അതുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, ദൈവവചനത്തിന് നിങ്ങൾ എന്നും നിങ്ങളുടെ മക്കളും വില കൊടുക്കുന്നവരാകണം. അതൊരു കേവലം ഒരു പുസ്തകമായി വീടിൻ്റെ ഒരു പ്രാർത്ഥനാമുറിയിൽ ഇരിക്കേണ്ട, പൊടി പറ്റാതെ അല്ലെങ്കിൽ പ്രത്യേകമായി ഒരു പ്രശ്നമില്ലാതെ ശാന്തമായി ഇരിക്കേണ്ട ഒരു പുസ്തകമല്ല. ദിവസവും അതെടുക്കുകയും വായിക്കുകയും വരയ്ക്കുകയും ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഡയറിയിൽ എഴുതുകയും അത് 10 പേരോട് പറയുകയും ചെയ്യേണ്ട ഓരോ വ്യക്തിക്കും ആ ഒരു കടമയുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം ജീവനും ജീവിതവും തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ജീവിതമാണ് നമ്മളുടേത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം ആരോടും തന്നെ പറയാൻ മടിയും നാണമുള്ളവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുവാൻ വെളിയുള്ളവരാണ് ഞാനും നിങ്ങളും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വചനങ്ങൾ നിങ്ങൾ പറയണം. പ്രിയപ്പെട്ടവർ, ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നാണ്, കല്യാണ വിരുന്നാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയി. അമ്മ ചെന്ന് യേശുവിനോട് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല. യേശു മറുപടി പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? കേട്ടാൽ നമുക്ക് എന്ത് തോന്നും? ഇവിടെ ഒരു അത്ഭുതവും നടക്കാൻ സാധ്യത പോലുമില്ല. ആ വാക്കിൽ അങ്ങനെയാണ് പെട്ടെന്ന് തോന്നുക. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? നമ്മുടെ ആരുടെയും വീടല്ലല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീടല്ലല്ലോ ഇത്. പെട്ടെന്ന് കേട്ടാൽ തോന്നുന്ന ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷെ അമ്മ ചെന്ന് പറയുന്നൊരു വാക്കുണ്ട്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഞാൻ പറയുന്ന പോലെ ചെയ്യണ്ട. അമ്മ പറഞ്ഞ് എനിക്ക് ഐഡിയകളുണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷേ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഞാൻ നിങ്ങളോട് ഇപ്പോൾ പ്രസംഗിക്കുന്നത് ദൈവം നിങ്ങളോട് പറയുന്നത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറുമെന്നാണ് പറയുന്നത്. അത് പറയാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു 10-33 ദിവസം മാറ്റി വച്ചിരിക്കുന്നത് പോലും ഇതൊക്കെ പറയാനാണ്. അപ്പോൾ ആ വീട്ടിൽ കുറേ ശുശ്രൂഷകരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു കൽഭരണിയിൽ. അത്ഭുതം നടക്കാൻ എന്നാ കാരണമെന്നറിയാമോ? ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന കുറച്ച് നല്ല ശുശ്രൂഷകർ ആ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. വീഞ്ഞു തീർന്നു പോയപ്പം പാത്രമെടുത്ത് വെള്ളം നിറയ്ക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാത്ത ഇത് എന്ത് വർത്തമാനമായി പറയുന്നത്? പിന്നെ വീഞ്ഞിരിക്കുന്നത് കിണറ്റിലാണോ? ഇങ്ങനെ തർക്കുത്തരം പറയുന്നവരും വലിയ വർത്തമാനം പറയുന്നവരൊന്നും ആ വീട്ടിലില്ലായിരുന്നു. ആ വാക്ക് കേട്ടിട്ട് ആ പാത്രം കൊണ്ടുപോയി ആ കിണറ്റി വെക്കാൻ കൊള്ളുന്ന നല്ല അനുസരണയുള്ള ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കുന്ന ശുശ്രൂഷകർ ആ വീട്ടിൽ അന്നുണ്ടായിരുന്നു. അതാണ് അത്ഭുതം ഉണ്ടാകാൻ കാരണം. ഒരാൾ ചോദിച്ചു, കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം ഉണ്ടാകാൻ എന്താണ് കാരണം? അനുസരണയുള്ള ശുശ്രൂഷകരാണ് ഒരു കാരണം.
ഏതനുസരണയുള്ള ശുശ്രൂഷകർ? ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്ന ആളുകളാണ് ആ വീടിന്. നിങ്ങൾ ഈ എന്നെ വചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏതൊക്കെയോ വീടുകളിൽ, നമ്മൾ തമ്മിൽ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആരൊക്കെയോ ആണ് എന്നെ കേൾക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരു പരിചയവുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജീവിതം മാറും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വെള്ളം കോരി കൽഭരണിയിൽ നിറച്ചു. ആ പാത്രത്തിനകത്തെ വെള്ളത്തെ ദൈവം വീഞ്ഞാക്കി മാറ്റി. നിങ്ങളുടെ ജീവിതത്തെ ദൈവം, വീഞ്ഞും വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട്. വെള്ളത്തിൽ നിന്ന് ഒരിക്കലും വീഞ്ഞുണ്ടാക്കാൻ സാധ്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന് പോലും സാധിക്കത്തില്ല വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കാൻ. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. മുന്തിരിയിൽ നിന്നാണ് വീഞ്ഞുണ്ടാകുന്നത്. വെള്ളം അതിന് പ്രത്യേക കളറ്, രുചിയെല്ലാം നമുക്കറിയാം. വീഞ്ഞിൻ്റെ രുചിയും കളറും നമുക്കറിയാം. എങ്ങനെ ഇത് വെള്ളം കളറ് മാറി, രുചി മാറി, മണം മാറി, എല്ലാം മാറി. അത് രണ്ട് വസ്തുവായി മാറി. ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ, ഒരു കുപ്പി വീഞ്ഞിന് ചിലപ്പോൾ 200 രൂപ കൂടെ കൊടുക്കേണ്ടി വരും. അത് ഏറ്റവും നല്ല വീഞ്ഞാണെങ്കിൽ അതിനേക്കാൾ വില അതിന് കൂടും. 300, 400, 500 ഒക്കെ ആയി മാറും. അങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടായത്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ചപ്പോഴാണ് മാറ്റം വന്നത്. അതാണ് ദൈവത്തിൻ്റെ അത്ഭുതം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കനുസരിക്ക്, ഈ വചനങ്ങൾ വായിച്ചിട്ട് അത് വിശ്വസിക്ക്, അതിനെ സ്നേഹിക്ക്. 14-ാമത്തെ ദിവസവും 15-ാമത്തെ ദിവസവും ഞാൻ പറഞ്ഞത് കണക്ട് ചെയ്താണ് നിങ്ങളോട് പറഞ്ഞത്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. ഇന്നുപോലെ ആയിരിക്കില്ല നാളെ. അത്ഭുതങ്ങൾ സംഭവിക്കും. ആ പാത്രത്തിനകത്തുള്ള വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഇതുപോലെ മാറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ബുദ്ധി, കഴിവ്, ശക്തി, ആലോചന, ചിന്ത, ആരോഗ്യം, ഇതൊക്കെ ആ വെള്ളം വീഞ്ഞായതുപോലെ ദൈവത്തിൻ്റെ ഇടപെടൽ വരുമ്പോൾ അവിടെല്ലാം മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ചിന്തകളിൽ പോലും പക്വത വരും. നിങ്ങളുടെ ആലോചനകളിൽ പോലും പക്വത കടന്നു വരും. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ദൈവീകത വരും. നിങ്ങൾ ഒരിക്കലും ചതിക്കുന്ന അല്ലെങ്കിൽ കുഴി പോകുന്നൊരു തീരുമാനം, തകർന്നു പോകുന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കത്തില്ല. നിങ്ങളെ ആർക്കും പറ്റിക്കാൻ കഴിയത്തില്ല. നിങ്ങളെ ആർക്കും കബളിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ ആർക്കും അങ്ങ് ഇല്ലാതാക്കാൻ പെട്ടെന്ന് കഴിയത്തില്ല. കാരണം നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രിയപ്പെട്ടവർ, ഈ 15-ാമത്തെ ദിവസം നമ്മൾ കേട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ വചനം. അത് മഴയും മഞ്ഞും പോലെ ജീവിതത്തിൽ വരും. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് നനഞ്ഞു കുളിക്കും. മഞ്ഞ് പെയ്യുമ്പോൾ ജസ്റ്റ് നമ്മുടെ മേത്തൊക്കെ പറ്റിയിരിക്കുകയുള്ളൂ. രണ്ട് രീതിയിലാണ് ഇഫക്റ്റ്. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് നനഞ്ഞു കുളിക്കും, കോട്ടൊക്കെ ഇട്ട് പോകണം. മഞ്ഞാണെങ്കിലോ പറ്റി ഇടിക്കുകയുള്ളൂ. രണ്ട് രീതിയിലായിക്കൊള്ളട്ടെ, റിസൾട്ട് സെയിം ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ മഴയായിട്ടോ മഞ്ഞായിട്ടോ ഈ വചനം മാറട്ടെ. ഈ വചനം നിങ്ങളുടെ കുടുംബത്തിൽ മാറട്ടെ. അത് നിങ്ങളുടെ ഭവനങ്ങളിൽ ആ വചനം നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്ക്, വിശ്വാസത്തോടെ അനുസരിക്ക്. നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ 15-ാമത്തെ ദിവസം ഈ ക്ലാസ് കഴിഞ്ഞ് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവവചനത്തോട് ചേർത്ത് വെച്ച്, നമ്മുടെ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്ക്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ ഒരുങ്ങുവാണ്. ഈ വചനങ്ങൾ കേട്ട് നമ്മൾ ഒരുങ്ങുവാണ്. നമ്മളെ തന്നെ സമർപ്പിക്കാൻ, നമ്മുടെ ഭവനത്തെ ഏൽപ്പിക്കാൻ ഒരുങ്ങുവാണ്. ലക്ഷക്കണക്കിന് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന, അത്ഭുത ശുശ്രൂഷകൾ, അത്ഭുത അടയാളങ്ങൾ സംഭവിക്കാൻ ഒരുങ്ങുകയാണ്. ഈ 33 ദിവസം കഴിയുമ്പോൾ അറിയപ്പെടുന്ന, ലോകം തന്നെ അതിശയിക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരട്ടെ. ദൈവത്തിൻ്റെ വാക്കിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അതൊരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ അത് അനേകം മനസ്സിൽ വിശ്വാസത്തിൽ വളരാൻ ഉതകുന്ന അത്ഭുതങ്ങളായത് മാറട്ടെ. ദൈവത്തെ അറിയണം, ദൈവത്തോട് അടുക്കണം, ദൈവവചനം അറിയണം. അതിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ വചനം കേട്ട ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, 10,000-കണക്കിന് കുടുംബങ്ങളുണ്ട്. എല്ലാവരെയും അങ്ങ് കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം.